കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ചാനലിനുള്ളിലാണ് നമ്മള് ഇഷിതയുടെ, മഹേഷിന്റെ, അബിയുടെയും, ജാനകിയുടെയും, വേദയുടെയും, വിക്രത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അത് കാണാനായിട്ട് താല്പര്യമുള്ളവര് ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന്റെ ലിങ്കും കാര്യങ്ങളും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്തേക്കാട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. നന്ദുവിനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയനയും നവ്യയും കൂടെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കണം. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കില് എന്തിനാ പിടിച്ചോണ്ട് പോയെന്ന് പോലും മനസ്സിലായില്ല. പോലീസുകാർ പിടിച്ചോണ്ട് പോണെങ്കിൽ അതിന്റെ തക്കതായ ഒരു കാരണം കാണും. പക്ഷെ ഇതൊരു കള്ളക്കേസാന്നുള്ള കാര്യത്തില് നവ്യക്ക് നയനക്ക് സംശയമില്ലായിരുന്നു. കാരണം അങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമില്ല. നാളെയാണ് അവൾക്ക് പോലീസ് ക്യാമ്പിലേക്ക് പോകണ്ടേ, ട്രെയിനിങ് തുടങ്ങുന്ന ദിവസം. അങ്ങനെയാണെങ്കിൽ മനഃപൂർവ്വം അവളുടെ ട്രെയിനിങ് മുടക്കിയിട്ട് അവൾക്ക് SI സെലക്ഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്തൊരു പ്രവൃത്തിയാണ്. ഇതാരാണെങ്കിലും അറിയത്ത് പോലുമില്ല. പക്ഷെ ആരെ സംശയിക്കാനായിട്ടും അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം ഇനി വേറെ വല്ല ശത്രുക്കളും നന്ദുനുണ്ടോന്ന് പോലും അറിയത്തില്ല. ഈ സമയം നവ്യ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇങ്ങനെ എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അവളായിരിക്കും, അനാമികയായിരിക്കും അവളെ ഇങ്ങനത്തെ കുതന്ത്ര ബുദ്ധിയൊക്കെ പ്രയോഗിക്കുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, അല്ല നമുക്ക് തെളിവുകളും കാര്യങ്ങളും ഒന്നും ഇല്ല വെച്ചി, പിന്നെ എന്തിന്റെ പേലാന്ന് എങ്ങനെ അറിയാനാ? ഇനിയിപ്പൊ നന്ദു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോന്നും അറിയില്ല. അച്ഛനോടും അമ്മയോടും വിളിച്ചു പറയാനും പറ്റില്ല ഈ കാര്യത്തെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. അത് ശരിയാ, ഒരു കാര്യം ചെയ്യാം, നീ ഒന്ന് ആദർശനെ വിളിച്ചു നോക്കാൻ പറയണം. നയനെ ആദർശനെ വിളിച്ചു. ആദർശനെ വിളിച്ചിട്ട് ഫോൺ ബെല്ലടിച്ചല്ലേ, എടുക്കുന്നില്ല. ഈ ആദർശൻ എന്താ കോൾ എടുക്കാത്തെ? ഈ സമയം നവ്യ പറഞ്ഞു, ഇനി നമ്മൾ വിടുന്നിട്ട് കാര്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാന്ന് പറയണം. അങ്ങനെ അവര് വീട്ടിലേക്ക് ചെല്ലുവാണ്. ചെന്ന സമയത്ത് അവിടെ അനാമികയും ദേവേനയും അജയനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്ന ഉടനെ നയനെ കരഞ്ഞോണ്ട് അങ്ങോട്ട് സെറ്റിയിലേക്ക് ഇരിക്കുവാണ്. ഈ സമയം ദേവേനെ ഓർത്തു, എന്ത് പറ്റി? പോയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പെട്ടെന്ന് ചോദിച്ചു, എന്താ നവിയെ, എന്ത് പറ്റി നയനക്കെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ കാര്യം എന്താന്ന് പറ. ഇനി തലവേദന വല്ലതും കൂടിയോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പോയപ്പോ ഒരു പ്രശ്നമില്ലാതെ പോയതാണല്ലോ. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് നവ്യ കാര്യങ്ങളൊക്കെ പറയണേ. നന്ദുവിനെ പോലീസ് പിടിച്ചോണ്ട് പോയി. നാളെ അവൾക്ക് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകണ്ട. വഴി വെച്ച് എന്താ കാര്യം എന്ന് പോലും അറിയില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ അനാമിയയ്ക്ക് സന്തോഷമായി. അനാമിയയ്ക്ക് അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കാനായിട്ടാ തോന്നിയത്. തന്നോട് കളിച്ചാൽ എങ്ങനെയിരിക്കും? അവളുടെ ശല്യം ഒഴിഞ്ഞു കിട്ടി. അവളുടെ ഇനി SI മോഹം ഇതോടുകൂടി തീർന്നു. ഈ സമയം ദേവേന് പറഞ്ഞു, അല്ല എന്ത് കാരണം കൊണ്ടാന്ന് അറിയില്ലേ? കാരണം എന്താന്നും പറഞ്ഞില്ല എന്ന് പറയണം. നാളെ ആ കൊച്ചിന് ട്രെയിനിങ് ഉള്ളതാണല്ലോ എന്ന് പറയണം. ഇത് കേട്ടത് നയനെ അവിടെ നിന്ന് പൊട്ടിക്കറിയുക. പാവം എന്റെ നന്ദു, അവളൊരു തെറ്റും ചെയ്ത് കാണത്തില്ല. പക്ഷെ ആരും അവളെ മനഃപൂർവ്വം കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ദേവേനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി. മിക്കവാറും അവളെ ആരെങ്കിലും കുടുക്കിയതായിരിക്കും. പക്ഷെ ആരാ എന്താ ഇതൊന്നും അറിയില്ല. ഈ സമയത്ത് അജയൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണമല്ലോ, നന്ദുവിനെ ഇറക്കണമല്ലോ. നാളെ അവൾക്ക് ട്രെയിനിങ് ഉള്ളതല്ലേ. പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, പിന്നെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ മുടങ്ങും. ആ പോലീസ് എന്ന SI എന്നുള്ള അവളുടെ മോഹം തകർന്നു പോകാനായിട്ട് പോന്നേ, അത് പാടില്ലെന്ന് പറയാ. ഇത് കേട്ട അനാമി പറഞ്ഞു, അച്ഛൻ എന്ത് ഭ്രാന്തായി പറയണേ? അച്ഛന് വേറൊരു പണിയില്ലേന്ന് ചോദിക്കും. എന്താ മോളെ അങ്ങനെ പറഞ്ഞേ? അച്ഛാ, അവളെയൊക്കെ ഇറക്കാൻ പോണ്ട വല്ല കാര്യമുണ്ടോ? അവളെന്തെങ്കിലും ആരെങ്കിലും തല്ലാൻ പോയി കാണും. വലിയ ലേഡി കൊണ്ടാന്നും പറഞ്ഞല്ലേ നടക്കണേ. അവളുടെ കയ്യിരിപ്പ് ചെറുതൊന്നും അല്ലല്ലോ. എത്ര പേര് വന്നാലും അവളെ അടിച്ച് താഴെ ഇടുകയല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നബിക്ക് നല്ല ദേഷ്യം വന്നു. നബി പറഞ്ഞു, കൂടുതലും നീ പറയണ്ട. നിന്നെ പിടിച്ച് കെട്ടിയിട്ട സമയത്ത് ആരാ വന്ന് രക്ഷിച്ചേ? അവളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടാണ്ട് നീ വലിയ വീമ്പുറത്താനും പറയണെന്ന് ചോദിക്കുക. ഇതേ എന്റെ നന്ദുവിനെ കുറിച്ച് ഒരു അക്ഷരം അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ നയനോട് ചേച്ചിയൊന്നും മിണ്ടാതിരിക്കാൻ പറയണം. ഈ സമയം അജയൻ പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് ഒരു വക്കീലെ കാണും. വക്കീലിനെ കണ്ടിട്ട് ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറയാം. പക്ഷെ കേസ് എന്താണെന്നും അറിയില്ല. കേസ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. പോലീസുകാര് കേസ് ചാർജ് ആക്കുന്നതിന് മുമ്പ് തന്നെ ഇറക്കണം, അല്ലെങ്കിൽ മിക്കവാറും കാര്യങ്ങളൊക്കെ അവതാളത്തിലാവെന്ന് പറയാം. ആ സമയത്ത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു രേവതിയും വേണും കൂടെ, അനാമികയുടെ അച്ഛനും അമ്മയും. കാരണം നിസ്സാര കാര്യമല്ല നടന്നിരിക്കുന്നേ. തന്റെ മോളുടെ ആഗ്രഹപ്രകാരം ആ വലിയ കാര്യം അങ്ങ് നടന്നിരിക്കുക. അവരായിരുന്നു ആ ചെറുപ്പക്കാരനെയും കൂടെ ഇറക്കിയത്. അവര് കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്ത പരാതി നിസ്സാരമല്ല. വഴിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു ഒരു കാരണമില്ലാതെ പോയി അയാളെ അടിച്ചിടിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് ആ പെൺകുട്ടിയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അവളപ്പം വൻ ചതിയെ ചെയ്തിരിക്കുന്നത്. ഇത് അനാമിക പറഞ്ഞു കഴിഞ്ഞ അനാമികയല്ല, വേണു രേവതിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോ രേവതി കൊള്ളാം, നിങ്ങളുടെ ബുദ്ധി ആ സമ്മതിച്ച് തന്നിരിക്കുന്ന വേണോട്ടാന്ന് പറയാം. പിന്നെ എന്താ നീ വിചാരിച്ചോണ്ടിരിക്കണേ?
നിസ്സാര കാര്യമൊന്നുമല്ല. ഒതുക്കത്തിൽ അങ്ങനെ തീർക്കാനൊന്നും പറ്റില്ല. ഉറപ്പായിട്ടും അവളുടെ SI സ്വപ്നം പൊലിയും. അവളുടെ പേരില് കേസ് ചാർജ് ചെയ്യും. അവള് കണ്ടോ റിമാൻഡിലേക്ക് പോകും. അങ്ങനെ അവളുടെ പോലീസ് മോഹം അങ്ങനെ തകർന്നടിയാനായിട്ട് പോവാം. നമ്മുടെ മോളോട് കളിച്ച കളി എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പം ദേവത പറഞ്ഞു അവൾക്ക് അങ്ങനെ തന്നെ വേണം. ഇനി ആ മറ്റവൾമാരുണ്ടല്ലോ, ആ ചേച്ചിമാര്, അവൾമാർക്കിട്ട് കൊടുക്കണമെന്ന് പറയാം അടി. ആദ്യം ഇവൾക്കിട്ട് കൊടുക്കട്ടെ. ഇവൾക്ക് നൊന്നിട്ടുണ്ടെങ്കിൽ അവൾമാർക്ക് സഹിക്കാൻ പറ്റുമോ? അവൾമാരൊന്ന് കരയൂന്ന് പറയണം. ആ സമയത്ത് അനാമികയുടെ ഫോൺ കോൾ വരുവാണ്. അനാമിക വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ സൂപ്പർ ആയിട്ടുണ്ട്. അല്ല അച്ഛൻ എന്ത് തന്ത്രം പ്രയോഗിച്ചെന്ന് ചോദിക്കുകയാണ്. എന്തോ തന്ത്രം പ്രയോഗിച്ചെന്ന് മനസ്സിലായി. അത് അവളെ പോലീസുകാർ കൊണ്ടുപോയെന്ന് മനസ്സിലായെന്ന് പറയാം. അത് മോളെ, അതിനുള്ള തന്ത്രങ്ങളൊക്കെ ഞാൻ പയറ്റി. പിന്നീട് കാര്യം കൂടെ പറയണം. ഇത് കേട്ട അനാമിക പറഞ്ഞു, കൊള്ളാം. അങ്ങനെയാണെങ്കിൽ അവള് പുറത്തിറങ്ങാൻ പോകുന്നൊന്നുമില്ല. അവൾക്കിട്ട് വെച്ച പണി കൊള്ളാന്ന് പറയണം. പക്ഷേങ്കില് ഈ സമയം നന്ദുവിനെ കൊണ്ട് പോലീസുകാർ സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പരാതി കൊടുത്ത് അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ഞെട്ടി. ഈ പെൺകുട്ടിയല്ലേ താൻ രക്ഷിച്ചേ? ഈ സമയം SI പറഞ്ഞു, പരാതിക്കാരി ഇവളാന്ന് പറയണേ. ഇവളോ? സാറേ ഇതൊന്നും അല്ല സംഭവം. ഞാന് സ്കൂട്ടിയും കൊണ്ട് മാർക്കറ്റിൽ പോണ സമയത്ത് അതെ ഒരു ചെറുക്കനെ, ഇവളുടെ കൂടെ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു, ഇവളെ പിടിച്ചിട്ട് തല്ലാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ കയറി ഇടപെടുകയോ ചെയ്തെന്ന് പറയാം. അതൊക്കെ നിങ്ങൾ പറയുന്നല്ലേ, തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കണം. അത് സാറേ സത്യം അതാണ്. അല്ലാതെ ഞാൻ കയറി ഇടപെട്ടല്ല. ഞാൻ നാളെ SI ട്രെയിനിങ്ങിന് പോകാനുള്ളതാ. എൻ്റെ ഒരു മോഹമാണ് കാക്കി എന്നുള്ളത്. ആ മോഹം സാറായിട്ട് തല്ലി ഉടക്കില്ലെന്നൊക്കെ പറയാം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും SI പറഞ്ഞു, പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. അറിയാലോ, ഭാവിയിൽ ഒരു പോലീസുകാരി ഞാൻ പോകുന്നവളല്ലേ, നീ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. ഇങ്ങനെയുള്ളവരൊക്കെ പോലീസിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പൊ തന്നെ നിയമം കയ്യിലെടുത്തിട്ടുണ്ടെ എങ്ങനെയാ കുട്ടി ശരിയാവണേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം നന്ദോർ, സാറേ ഞാൻ തെറ്റും ചെയ്തിട്ടില്ല. ഇത് കള്ളപ്പരാതിയാ. ഇത് ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു ഞാൻ അവനെ അടിക്കുന്ന സമയത്ത്. അപ്പോഴേക്കും അവൻ അങ്ങോട്ടേക്ക് വന്നു. കണ്ടോ, ഇവരെ ഞാൻ തല്ലിയതിന് കാരണമുണ്ട് സാറേ. ഇവളുടെ കോളറിന് കയറി കുത്തിപ്പിടിച്ചു. ഇവളുടെ കൊല്ലാണ്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴാന്ന് പറയണം. ഇത് കേട്ടതും ആ പെൺകുട്ടി പറഞ്ഞു, സാറേ പച്ചക്കള്ള പറയണേ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാനും എന്റെ ഫ്രണ്ടാ ഇവനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവള് മനഃപൂർവ്വം ഒന്ന് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു പറയണം. നന്ദുവിന് ഏകദേശം കാര്യം മനസ്സിലായി. ഇതൊരു കള്ളപ്പരാതിയാണ്, തന്നെ കൊടുക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്താന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, തനിക്ക് തെളിവൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ ഒരു കുടുക്കുണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല. അച്ഛനും അമ്മയും എപ്പോഴും പറയുന്ന ഇങ്ങനെ എടുത്തിയാടി ഒന്നും ചെയ്യില്ലെന്ന്. ഒരു പക്ഷെ ഇത് കൊടുക്കാന്ന് അറിഞ്ഞുകൊണ്ടല്ല ഇതിനകത്തേക്ക് ഒന്ന് ചാടിയത്. താൻ മൈൻഡ് ചെയ്യാതെ പോവായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് വിഷമായി. പിന്നീട് SI വന്നിട്ട് തൽക്കാലത്തേക്ക് നീ ആ ലോക്കപ്പിലേക്ക് കയറാൻ പറയണം. അങ്ങനെ നന്ദുവിനെ ലോക്കപ്പിൽ അടയ്ക്കണം. കാരണം കേസ് ചാർജൊക്കെ ഇനിയും എല്ലാം ശരിയാക്കണം. ഈ സമയത്ത് നന്ദുവിന് ആകെപ്പാടെ വിഷമായി. ചേച്ചിമാർക്കിന് എന്താവോ എന്തോ. ഒന്നാമത്തെ കാര്യം നവ്യേച്ചി പ്രഗ്നന്റ് ആണ്. വീട്ടിൽ അറിഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ എന്തായിരിക്കും അവരുടെ മനോഭാവം? കാരണം അല്ലേ തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്ദു നിനക്ക് ഇത് ചേരത്തില്ല, നീ ഒന്നാമത്തെ കാര്യം എടുത്തിയാടി ഒരു തീരുമാനം എടുക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ അവർക്കും ഭയങ്കര സങ്കടമാകും. അതൊക്കെ ഓർത്തപ്പോൾ നന്ദു ഭയങ്കര വിഷമായി. ഈ സമയത്ത് ദേവേനി ഒരു കാര്യം തീരുമാനിച്ചു. ഒരു കാരണവശാലും നന്ദുവിന്റെ പേര് കേസൊന്നും എടുക്കാനായിട്ട് പാടില്ല. അവൾക്ക് ട്രെയിനിങ്ങിന് പോകണം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തേ മതിയുള്ളൂ. പിന്നെ ദേവേനി അറിയുന്ന ഒരു വക്കീലിനെ കാണാനായിട്ട് ഇറങ്ങുവാണ്. വീട്ടിലാരോടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും പോയില്ല. ദേവേനി ഇറങ്ങി അറിയാവുന്ന വക്കീലിൻ്റെ അടുത്തേക്ക് ചെന്നു. പിന്നീട് ചെന്നിട്ട് കേസിനെ കുറിച്ച് എല്ലാം പറയുകയാണ്. കേസ് എന്താണെന്ന് അറിയില്ല, ഇതുപോലെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. നാളെ ട്രെയിനിങ് ഉണ്ട് അവൾക്ക്, നന്ദുവിന്. അവളുടെ ജീവിതം തകരും മിക്കവാറും ഈ ട്രെയിനിങ്ങിന് പോയില്ലെങ്കിൽ. ഒരു കാരണവശാലും അവളുടെ പേര് കേസ് ഉണ്ടായിട്ട് പാടില്ല. അവൾ ഇന്ന് തന്നെ ഇറക്കണം കേസില്ലാതെ. വക്കീലെ എത്ര രൂപ വേണേലും ഞാൻ ചെലവഴിക്കാം, എനിക്ക് അതിനകത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീല് പറഞ്ഞു, ഞാൻ ചെല്ലാൻ മേഡം, ഞാൻ ചെന്ന് നോക്കട്ടെ, അന്വേഷിക്കട്ടെ, കാര്യം എന്താണെന്ന് അന്വേഷിക്കട്ടെ, ഞാൻ ആ പെൺകുട്ടിയോടും സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയണം. പിന്നെ ഒരു കാര്യം, പുറത്ത് ആരും അറിയരുത്, ഞാനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. വക്കീലിനെ കാണാൻ വന്ന് ഞാനാണ്, രക്ഷിക്കാനായിട്ട് വന്ന് ഞാനാന്നുള്ള കാര്യം ആരും അറിയരുതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീല് പറഞ്ഞു, ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, മാഡം ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറയണം. അങ്ങനെ ദേവേനെ പറഞ്ഞു വിടുക. ദേവേനിക്കൊരു ആശ്വാസമൊക്കെ വന്നു. ഒരു പക്ഷേ വക്കീല് ചെന്നിട്ടുണ്ടെങ്കിൽ ഇറക്കാനായിട്ട് പറ്റിയിരിക്കും. കാരണം അവൾക്കൊരു പോറൽ പോലും വെക്കില്ല. നാളത്തെ അവളുടെ യാത്ര മുടങ്ങരുത്, അത് മാത്രമായിരുന്നു ദേവേനയുടെ ഉള്ളിലെ ആഗ്രഹം. പിന്നീട് ദേവേനയുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും നയനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. നവ്യ അതുപോലെ തന്നെയാണ്, അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് ആദർശ് വരുന്നത്. ആദർശ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അറിഞ്ഞ പാടെ ആദർശ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനിന്ന് പോയി അന്വേഷിക്കട്ടെ എന്ന് പറയണം. നയന പറഞ്ഞു, ഞാനോട് വരാം ആദർശേട്ടാ, എനിക്ക് ഇവിടെ നിന്നിട്ടുണ്ട് സമാധാനം ആവത്തില്ല, എന്നെയും കൂടെ കൊണ്ടുപോകും, എനിക്ക് നന്ദുവിനെ ഇപ്പൊ കാണണമെന്ന് പറഞ്ഞിട്ട് നയന ബഹളം ഉണ്ടാക്കണം. ഈ സമയത്ത് ആദർശ് പറഞ്ഞു, ശരി എന്നാ നീ എൻ്റെ കൂടെ പോരാൻ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങുവാണ്. ഈ സമയം
വക്കീല് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് നന്ദുവിനെ ഇറക്കാനായിട്ട്. പിന്നീട് ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു ജാമ്യാപേക്ഷയായിട്ട് വന്നേക്കുന്നതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എസ് ഐ പറഞ്ഞു അതെ അവളെ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞു എനിക്ക് ആ പെൺകുട്ടിയോടൊന്ന് സംസാരിക്കണമെന്ന് പറയാണ്. പിന്നീട് നന്ദനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വക്കീലിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതൊരു കള്ളക്കേസാന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ നന്ദുവിനെ ഊരിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. എന്തെങ്കിലും തെളിവോടും കൂടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാണെന്നുള്ള കാര്യം വക്കീലിന് മനസ്സിലായി. അങ്ങനെ വക്കീല് എസ് ഐനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണുന്നത്. ഇനി ഉറപ്പായിട്ടും നന്ദുവിനെ അവിടെ നിന്ന് ഇറക്കും. നന്ദുവിനെ ഇറക്കി നന്ദു എസ് ഐ ട്രെയിനിങ്ങിന് പോവുകയും ചെയ്യും. അവസാനം അനാമികയാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നയനെ നവിയൊന്നും വെറുതെ ഇരിക്കില്ല. അനാമിയെ ചെയ്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവേനെ വെറുതെ ഇരിക്കില്ല. ദേവേനെ അവളെ അടിച്ചു പുറത്താക്കുകയും തന്നെ ചെയ്യും. ചക്കിന് വെച്ചത് കൊക്കിനും ഉണ്ടെന്ന് പറഞ്ഞ അവസ്ഥയായി പോവും അവസാനം അനാമിക്ക്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.